സാഹസികമായിട്ട് മൊബൈൽ ഫോണിനെ പുറത്തോട്ട് ഇട്ടിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കാണുകയുണ്ടായി. അതൊന്ന് ആലോചിച്ച് നോക്കി, അത്രയ്ക്കും വലിയ ഭീകരതയാണോ? ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്. ഇനി എൻ്റെ ബസ്സിന്റെ പെർമിറ്റ് ഞാൻ പുതുക്കണമെങ്കിൽ എനിക്ക് PCC ക്ലിയറൻസ് വേണം. ഈ 1 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ 2 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല. ഞങ്ങൾ സമരത്തിന് എതിരാണ്, ഞങ്ങൾ സമരം നടത്താൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നതാണ്. നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ പത്രക്കാർ ഞങ്ങളോട് ചോദിക്കുന്നില്ല, അതെ നിങ്ങൾ അവരോട് ചോദിക്കണം, മന്ത്രിയോട് ചോദിക്കണം. ഇനി 8-ാം തീയതി സൂചനാ പണി മുടക്കും, 22-ാം തീയതി അനിശ്ചിതകാല സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. ഒരു ക്യാമറക്ക് 5000 രൂപ വെച്ചിട്ട് സർക്കാർ തീർന്നു പറഞ്ഞു. ഇന്ന് ആ വാക്കേയില്ല. 6 ക്യാമറ വെക്കാൻ, ഫുള്ള് ക്യാമറ വെച്ചിട്ട് പോകുന്നത്. എന്ത് ഇതുകൊണ്ട് എന്താണ് ലാഭമുള്ളത്? സർക്കാർ ബസ്സിൽ നടപ്പിലാക്കാണ്, പ്രൈവറ്റ് KSRTCക്ക് എത്ര തരമുണ്ട്? ഓരോ ബസ്സിൽ നിങ്ങൾ എത്ര ബോർഡ് ഉണ്ട് നോക്കും. ബസ്സിന്റെ സൈഡില് ബോർഡ് നോക്കിയിട്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് 30% ഡിസ്കൗണ്ട്. എന്ത് സൂപ്പർ മാർക്കറ്റാണ്. അവരിവിടെ വന്നിട്ട് പിടിച്ചു നടത്തുന്നുണ്ട്, കൊലപാതകം നടത്തുന്നുണ്ട്, ചെയിൻ പൊട്ടിച്ചു കൂടുന്നുണ്ട്, ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. എട്ടാം തീയതിയിലൊരു സമരത്തെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അതെന്തിനാണ് ഈ അടിയന്തരമായിട്ട് ഇപ്പോൾ 8-ാം തീയതി നിങ്ങൾ ഒരു സമരത്തിലേക്ക് പോകുന്നത്? ഞങ്ങൾ നിരവധി തവണകളായി സർക്കാരിൻ്റെ മുമ്പിൽ ഞങ്ങളൊരു നിവേദനം നൽകുന്നുണ്ട്. ഓരോ പ്രാവശ്യം നിവേദനം നൽകും തോറും പുതിയ പുതിയ നിയമങ്ങളെ കൊണ്ടുവരുന്ന സ്ഥിതിയാണ് സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ഈ നിലവിലുള്ള ബസ്സിൻ്റെ പെർമിറ്റ് ഹൈക്കോടതി വരെ പറഞ്ഞിട്ട് 140 കിലോമീറ്ററിൻ്റെ മുകളിലെ പെർമിറ്റും അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സിൻ്റെ പെർമിറ്റുകൾ പുതുക്കി നൽകുന്നില്ല. വർഷങ്ങളായി സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ബസ്സിൻ്റെ തൊട്ട് ആ പെർമിറ്റ് പുതുക്കാതെ അത് KSRTCയിലേക്ക് തള്ളിവിടുന്ന ഒരു സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുമൂലം ബസ്സുകൾ ലക്ഷങ്ങൾ മുടക്കി. ഇന്ന് ഒരു ബസ്, പുതിയ ബസ് റോഡിലെടുക്കണമെങ്കിൽ 48 ലക്ഷം രൂപ വരെ ചെലവ് വരുന്നുണ്ട്. ഈ 48 ലക്ഷം രൂപ ചെലവിട്ട ബസ് 7.5 വർഷം മാത്രമേ അത് ഓടുന്നുള്ളൂ. 15 വർഷമാണ് അതിൻ്റെ പുതിയ പെർമിറ്റിൻ്റെ ബസ്സിൻ്റെ വാല്യൂ ആണെങ്കിൽ ഇപ്പോൾ കേരള സർക്കാർ 22 വർഷമായി നീട്ടി തന്നിട്ടുണ്ടെങ്കിലും പക്ഷേ പുതിയ ലിമിറ്റഡ് സ്റ്റോപ്പിനും ഫാസ്റ്റ് പാസഞ്ചേഴ്സിനൊക്കെ 5 വർഷം 3 വർഷത്തേക്ക് വണ്ടി മാറ്റണം. അപ്പോൾ അത്രയും മുതൽ മുടക്കിയ വണ്ടിയുടെ പെർമിറ്റ് പുതുക്കി നൽകാതെ 2000 രൂപ മുതൽ 5000 രൂപ ചെലവിട്ടുകൊണ്ട് TP പെർമിറ്റ് 20 ദിവസം അല്ലെങ്കിൽ 1 മാസത്തേക്ക് TP പെർമിറ്റാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ TP പെർമിറ്റ് മാത്രം കുറേ വണ്ടികൾ ഇപ്പോൾ കയറ്റിയിട്ടിരിക്കുകയാണ്, അത് നഷ്ടത്തിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ പെർമിറ്റ് പുതുക്കി നൽകിയാൽ ആ ബസ് വ്യവസായം കൃത്യമായി പോകും. കേരളത്തിൽ 34,000 ബസ്സുകളുള്ളത് 2010 ഉണ്ടായത്. ഇന്ന് 8,000 താഴെ ബസ്സുകൾ മാത്രമേ സർവീസ് നടത്തുന്നുള്ളൂ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തിയ സ്വകാര്യ മേഖലയിൽ ഇത്രയും അച്ചടക്ക സിസ്റ്റത്തിലുള്ള ഒരു സർവീസാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരുന്നത്. എല്ലാ റോഡുകളിലും കേരളത്തിൽ മിക്ക എല്ലാ റോഡുകളിലും പ്രൈവറ്റ് ബസ്സാണ് സർവീസ് നടത്തുന്നത്. പക്ഷെ സർക്കാർ അത് ഒരു ഭാഗക്കാരെ മാത്രമേ കാണുന്നുള്ളൂ. സ്റ്റേജ് കാരേജ് രൂപത്തിൽ ഓടുന്ന ബസ്സുകൾ KSRTC ആണെങ്കിലും പ്രൈവറ്റ് ആണെങ്കിലും തുല്യ നിയമങ്ങൾ. പക്ഷേ പ്രൈവറ്റ് ബസ്സിന് മുകളിൽ എല്ലാ കുറ്റങ്ങളും ചാർത്തി KSRTCയെ മാന്യതയുടെ മുഖംമൂടി അണിയിച്ച് സർവീസ് നടത്തുന്ന രീതിയാണ് ഇന്ന് കണ്ടുപോകുന്നത്. KSRTCൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നാൽ കണ്ണടക്കുന്നുണ്ട്, പ്രൈവറ്റ് ബസ്സിൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് വന്നാൽ RTOയിൽ ഇടപെടുന്നുണ്ട്. തീർച്ചയായിട്ടും KSRTCക്കെതിരെ ഒരു പരാതി കൊടുത്താൽ നിങ്ങളൊക്കെ ഇപ്പോൾ എല്ലാം ഓൺലൈനിലെ ഇടപാടാണ് നടക്കുന്നത്. എത്ര വണ്ടിയുടെ KSRTCയുടെ വണ്ടിയുടെ കട്ട് ചെയ്ത പെർമിറ്റ് RC ക്യാൻസൽ ചെയ്ത വണ്ടി പോലും ഇന്നും സർവീസ് നടത്തുന്നുണ്ട്. അതിന് കുറ്റമില്ല. ആ ഒരു ബസ്സിൻ്റെ പരാതിപ്പെട്ടാൽ അതിനെ അന്വേഷിക്കാനും പോകുന്നില്ല. കാരണം അത് സർക്കാർ വണ്ടി. അതിനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാർ അതിനകത്ത് നടപടിയെടുത്തെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് സ്ഥലമാറ്റം വന്നേക്കും. അതുകൊണ്ട് പേടിച്ചിട്ട് അതും ആരും ചെയ്യുന്നില്ല. KSRTCക്ക് തന്നെ ഒരു RTO ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, അവരും അത് പരിശോധിക്കുന്നില്ല. ചില RTOമാർ അത് സ്ട്രോങ് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ അവർ നടപടി വരും. ഇപ്പോൾ ഈ ചലാൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടല്ലോ, അതിൽ നിങ്ങൾക്ക് കുറേ ബാധ്യതകൾ വന്നിട്ടില്ലേ? ഈ ചലാനെ ഒളി ക്യാമറ ചുരുക്കി പറഞ്ഞാൽ എവിടെ നിങ്ങൾക്ക് നിന്നിട്ട് ഫോട്ടോ എടുക്കും. ഫോട്ടോ എടുത്തിട്ട് അത് RTO ഉദ്യോഗസ്ഥരാണോ? RTO ഉദ്യോഗസ്ഥരുണ്ട്, പോലീസുകാരുണ്ട്. അത്
ഞാൻ എന്ത് കുറ്റം ചെയ്തെന്ന് ഞാൻ അറിയണ്ടേ? ആ ഇപ്പൊ ഞാൻ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ എന്താണ് കുറ്റം ചെയ്തത് ഞാൻ അറിയണ്ടേ? ആ ഡ്രൈവർക്കും മെമ്മോ പോകുന്നില്ല. ആ ആർസി ഓണറുടെ പേരിൽ ഈ സ്ഥലം വഴി വരൂ, വണ്ടി ഇപ്പോൾ പുതുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വണ്ടിയുടെ ഏതെങ്കിലും ഒരു ആവശ്യത്തിന് അത്യാവശ്യത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ 90 ദിവസം ആകുമ്പോൾ 80 ദിവസം ആകുമ്പോൾ മെസ്സേജ് വരും, നിങ്ങളത് 80 ദിവസം കഴിഞ്ഞു എന്ന്. എന്താണ് കുറ്റം ചെയ്തത് അതറിയില്ല. പിന്നെ അവിടെ പോയപ്പോ 7500 അടക്കണമെന്ന് പറയും. അങ്ങനെ അത് ഒരു ചെക്ക് റിപ്പോർട്ടിന് അങ്ങനെ ഇഷ്ടംപോലെ ചെക്ക് റിപ്പോർട്ട് കിട്ടുന്നത്. അതെ, ഓരോ ചലാനും 7500 വെച്ച് വാങ്ങിക്കും ബസ്സിന്. അപ്പോ അത് അങ്ങനെ ചെയ്യുന്നത് ഞാൻ ചെയ്ത കുറ്റം എന്നെ ചൂണ്ടിക്കാണിക്കണ്ടേ? അത് എന്തിനാണ് ഈ ഒളിക്കാൻ? ഇപ്പൊ നോക്ക്, ഏറ്റവും വലിയ പ്രശ്നം ഇപ്പൊ ബൈക്കിലെ ഹെൽമെറ്റ് നിർബന്ധമാണ്. യാതൊരു സംശയത്തിൽ ഹെൽമെറ്റ് നിർബന്ധം. ഏതെങ്കിലും കാരണവശാല് ഒരു ആള് ഹെൽമെറ്റ് വെക്കാതെ വന്നാൽ ചിലപ്പോ 2 കിലോമീറ്റർ 1 കിലോമീറ്റർ ആയി വണ്ടി പോകുന്നത്. അപ്പോൾ ആ മുൻവശത്ത് ഏതെങ്കിലും ഒരു വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെ വണ്ടി, അത് പോലീസായിട്ട് അല്ലെങ്കിൽ മറ്റേ ഏതായിരിക്കും, അവര് സാഹസികം ചിലപ്പോൾ ട്രാഫിക്കിൽ എന്തെങ്കിലും സാഹസികമായിട്ട് മൊബൈൽ ഫോണിനെ പുറത്തോട്ട് എടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് പോകുന്ന ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം ഞാൻ തന്നെ കാണുകയുണ്ടായി. അതൊന്ന് ആലോചിച്ച് നോക്കി, അത്രയ്ക്കും വലിയ ഭീകരതയാണോ? ഇവിടെ എന്തെല്ലാം നടക്കുന്നുണ്ട്, എന്ത് നിയമ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. കുറ്റം ചെയ്തതിനകത്ത് പോകും, അപ്പൊ തന്നെ പുറത്തു വരും. അതല്ലേ? ഇപ്പൊ ഇതില് വേറെ ഒരു കാര്യം ഉള്ളത്, PCC എന്ന് പറഞ്ഞിട്ട് ബസ് പ്രൈവറ്റ് ബസ് അസോസിയേഷൻ നിങ്ങളെ അടുത്ത് ഒരു സംഭവം അതില്ലേ, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ്. അതായത് ജീവനക്കാരെ തൊഴിലാളികളെ നിയമിക്കണമെന്നുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം. അത് പ്രാബല്യത്തിൽ വന്നിട്ട് എത്രയായി? അത് ഈ അടുത്താണ് വന്നിട്ടുള്ളത്. മന്ത്രി രാവിലെ ഓരോന്നും ചാനലിന്റെ മുമ്പിൽ വിളിച്ചു പറയും. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു തൊഴിലാളികൾക്ക് PCC സർട്ടിഫിക്കറ്റ് വേണമെന്നോ. അതിനകത്ത് ഞങ്ങളെ ഉടമസ്ഥ സംഘം ഞങ്ങൾ പോയിട്ട് മന്ത്രിക്ക് ലെറ്റർ കൊടുത്തു, അത് ഒഴിവാക്കി തരണോ, അത് ശരിയല്ല എന്ന് പറഞ്ഞു. പുറത്തു വരുമ്പോക്ക് വീണ്ടും വന്ന് ഉടമക്കും കൂടി അത് ബാധിച്ചു, ഉടമയും കൂടി അതിൽ ഉൾപ്പെടുത്തി. ഇനി എന്റെ ബസിന്റെ പെർമിറ്റ് ഞാൻ പുതുക്കണമെങ്കിൽ എനിക്ക് PCC ക്ലിയറൻസ് വേണം. പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഈ ആൾക്ക് ഒരു കേസ് നടപടികളും ഇല്ല, ക്രിമിനൽ പശ്ചാത്തലം ഇല്ല, കാര്യങ്ങളില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ഇന്ത്യ രാജ്യത്ത് ഏതെങ്കിലും സംസ്ഥാനത്ത് ഇങ്ങനെയുണ്ടോ? നമ്മൾ കേരളം പോലുള്ള സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നത് കംപ്ലീറ്റ് അന്യ സംസ്ഥാനത്തെ തൊഴിലാളികളാണ്. അവരിവിടെ വന്നിട്ട് പിടിച്ചു നടത്തുന്നുണ്ട്, കൊലപാതകം നടത്തുന്നുണ്ട്, ചെയിൻ പൊട്ടിച്ചു കൂടുന്നുണ്ട്, ഒരുപാട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു അന്യ സംസ്ഥാന തൊഴിലാളി, ഞങ്ങളുടെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ അതിഥി തൊഴിലാളികൾ, ഈ അതിഥി തൊഴിലാളികൾക്ക് പോലും PCC സർട്ടിഫിക്കറ്റ് വേണ്ട. പക്ഷെ ഒരു നിശ്ചിത റൂട്ടിൽ നിശ്ചിത സമയത്ത് ഓടുന്ന ബസ്സിലെ തൊഴിലാളികൾക്ക് ആ ബസ് വാങ്ങിയ ഉടമക്കാണ് PCC സർട്ടിഫിക്കറ്റ് വേണ്ടത്. അപ്പൊ ഇത് എന്താണ്? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങൾ കാസർഗോഡിൽ തന്നെ ഒരു ബസ് ഉടമയുടെ പെർമിറ്റ് പുതുക്കാനുണ്ടായിരുന്നു. അയാൾക്ക് PCC സർട്ടിഫിക്കറ്റ് ആവശ്യമുണ്ടായിരുന്നു. ആ PCC ആവശ്യം വന്നപ്പോൾ വേറൊരാളായിട്ട് വീട്ടിന്റെ അടുത്ത് എന്തോ ചെറിയൊരു അടി നടന്ന് കേസ് അത് കോംപ്രമൈസ് ആയി, കേസ് കോടതി തള്ളുകയും ചെയ്തു. പക്ഷെ അയാള് PCCക്ക് ആവശ്യപ്പെട്ടപ്പോൾ അയാൾ സിസ്റ്റത്തിൽ കാണുന്നുണ്ട്, അയാൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണ്, അയാൾക്ക് PCC സർട്ടിഫിക്കറ്റ് കൊടുത്തില്ല. കൊടുക്കാതെ ഇപ്പൊ രണ്ടാമത് കോടതിയിൽ അയാൾ പോയിട്ടുണ്ട്, ഞാൻ എന്താണ് കുറ്റം, എന്റെ കുറ്റം എന്നാണ് ചോദിച്ചത്. അപ്പൊ അത്രയ്ക്കും അത് ബുദ്ധിമുട്ടും സഹിക്കുന്നത്. ഇതുകൊണ്ട് എന്താണ് സർക്കാർ ലാഭമുള്ളത്? ക്രിമിനൽ പാസ്റ്റ് ഇപ്പൊ ഞങ്ങൾ ബസ്സിന് ഇപ്പോ CFനോ അല്ലെങ്കിൽ പെർമിറ്റ് പുതുക്കാൻ ആവശ്യം, എന്റെ ബസ്സിന് സർക്കാർ തരുന്ന പെർമിറ്റ്, ആ സർക്കാർ തരുന്ന പെർമിറ്റ് 5 വർഷത്തിൽ പുതുക്കണമെങ്കിൽ തൊഴിലാളിന് ക്ലിയറൻസ് വേണം. ഈ നിയമനിർമ്മാണശാലയായ നിയമസഭയായാലും ലോകസഭയിലായാലും അവിടെ പോകുന്ന MP-മാരായ MLA-മാർ മന്ത്രിമാരൊക്കെ ഈ തരത്തിലുള്ള ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ അവർക്ക് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടുമോ? അല്ല, അങ്ങനെയുണ്ടെങ്കിൽ ഇവർക്ക് ഈ ഇലക്ഷനിൽ മത്സരിക്കാനേ പറ്റൂലല്ലോ. അത് ആദ്യം അവർ നടപ്പിലാക്കണ്ടേ? നിയമം ഉണ്ടാക്കുന്ന നമ്മളെ നാട്ടിലുള്ള പശ്ചാത്തലമില്ലാത്ത എത്ര പേര് ഇന്ത്യ രാജ്യത്ത് ലോകസഭയിലായെങ്കിലും നിയമസഭയിലായെങ്കിലും രാജ്യസഭയിലായെങ്കിലും ഉണ്ടാവും. അല്ല, ഈ സംഭവം ഒറ്റപ്പെട്ട ബസ്സുകളിൽ ചിലപ്പോൾ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ, ചിലപ്പോൾ ഗുണ്ടാ പശ്ചാത്തലമുള്ള ആൾക്കാർ ജീവനക്കാരുണ്ടാവാം. അതിന് എല്ലാ തൊഴിലാളികളുടെ മേലും അടിച്ചേൽപ്പിക്കുമ്പോൾ അത് വലിയൊരു ക്ഷീണം തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം മന്ത്രി വീണ്ടും ഒരു പ്രസ്താവന ഇറക്കി, ചാനലുകാരും കുറെ ആൾക്കാരുടെ മുമ്പിൽ പ്രസ്താവന ഇറക്കി. എന്ത്?
ഒരു റൂട്ടിലെ 10 മിനിറ്റ് ഗ്യാപ്പ് കൊടുക്കാത്ത ഒരു ബസ്സിനും പെർമിറ്റ് കൊടുക്കലാണ്. നല്ല കാര്യമാണ്. 10 മിനിറ്റ് ഗ്യാപ്പിൽ കൊടുത്തെങ്കിൽ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള തൊഴിലാളികളെ കിട്ടാല കൃത്യമായ രീതിയിൽ ബസ് സർവീസ് നടത്തിക്കൊണ്ട് ഇത് ഓരോ മിനിറ്റ് ചില സ്ഥലത്ത് സിറ്റിയിലല്ല 1/2 മിനിറ്റിന് ഒരു ബസ്. നീ ഒന്ന് ആലോചിച്ച് നോക്കി, ഒരു ബസ് ഫസ്റ്റ് ഗിയർ നമുക്ക് മറ്റേ വണ്ടി പുറപ്പെട്ട് അങ്ങനെ എന്തിനാണ് കൊടുക്കുന്നത്? എന്തിനാണ് ടൈമിങ്സ് കൊടുക്കുന്നത്? പെർമിറ്റ് അങ്ങനെ കൊടുക്കാനും പാടില്ല. ഇവിടെ പുതിയ പെർമിറ്റിന് അപേക്ഷ നൽകിയപ്പോ അതിന് കൃത്യമായി പഠിക്കാതെയാണ് MBA റിപ്പോർട്ട് കൊടുക്കുന്നത്. MBA റിപ്പോർട്ട് കൊടുത്താൽ ആ റിപ്പോർട്ട് ബോർഡിലേക്ക് കൊണ്ടുവരും, ബോർഡ് പാസ്സാക്കി കൊടുക്കും. ഇപ്പോഴും ഞാൻ ചോദിക്കുന്നത്, ഇപ്പോഴും നിങ്ങൾ ഈ ബസ്സിൻ്റെ പെർമിറ്റ് പുതുക്കുമ്പോൾ ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവത്തിൽ ഇപ്പോഴും RTO ഡിപ്പാർട്ട്മെൻറ്റിൽ കൈക്കൂലിൻ്റെ ഒരു ആവശ്യം വരുന്നുണ്ടോ ചില ഉദ്യോഗസ്ഥന്മാർ? അല്ല, അത് പൂർണ്ണമായി തള്ളിക്കളങ്ങായ എത്രയോ നല്ല ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ബക്കറ്റ് പായസം നഷ്ടപ്പെടുത്താൻ ഒരു തുള്ളി മണ്ണെണ്ണ മതി. പൊതുവെ RTO ഓഫീസ്, പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് കൈക്കൂലിന്റെ സ്ഥലമായിട്ടാണ് ജനങ്ങളുടെ മനസ്സിൽ നേരത്തെ തറപ്പിച്ച് വെച്ചിട്ടുണ്ട്. മാറ്റം വരുത്താൻ വേണ്ടി ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മാത്രം ആ ശ്രമം വിജയിക്കുന്നില്ലെന്ന് മാത്രം. അപ്പൊ എന്റെ അറിവിൽ ഏകദേശം ആൾക്കാർ നല്ല ആൾക്കാരാണ്. പഴയ പോലെ ഞാൻ ഏകദേശം 45 വർഷത്തോളമായി ഈ ബസിന്റെ ഫീൽഡിൽ എത്രയോ RTO ഉദ്യോഗസ്ഥന്മാരെ ഞാൻ കാണുകയുണ്ടായി. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ കാസർഗോഡ് RTO ഓഫീസിലെങ്കിൽ അത്രക്കും സിസ്റ്റമാറ്റിക് ആയ രീതിയിലാണ് പോകുന്നത്. കാസർഗോഡ് ഒരു കുഴപ്പമില്ല. കാരണം എന്തുകൊണ്ട് അത് ഏജന്റുമാരടക്കം ഒഴിവാക്കി കൊണ്ടുപോകാനുള്ള സംവിധാനം ആക്കിക്കൊണ്ടിരുന്നുണ്ട്. അതായത് 100% ഞങ്ങൾ സപ്പോർട്ടാണ്. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ കാസർഗോഡ് നിങ്ങൾ അസോസിയേഷൻ നടപ്പിലാക്കിയ ഒരു പദ്ധതി ഞാൻ മനസ്സിലാക്കി. ഈ ST വാങ്ങുന്നത് സർക്കാർ നിയമത്തിൽ 2 രൂപയില്ലേ ST, പക്ഷെ നിങ്ങൾ 5 രൂപ ബസ് അസോസിയേഷൻ വാങ്ങുന്നുണ്ട്. അത് കുട്ടികൾ തരുന്നുണ്ട്, ആർക്കും ഒരു പരാതിയും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതെങ്ങനെ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റി? അത് ഈ കൊറോണ കഴിഞ്ഞിട്ട്, കൊറോണയ്ക്ക് ശേഷം ഡീസൽ ചാർജ് 105 രൂപയോളെത്തി. 105 രൂപയിലെത്തിയപ്പോൾ ബസ് സർവീസ് നടത്താൻ വേണ്ടിയിട്ട് സർക്കാർ ആവശ്യപ്പെട്ടു. 2 വർഷത്തോളം ബസ് കയറ്റിയിട്ടിരുന്നു. ആ ബസ് ഓടിക്കാൻ വേണ്ടിയിട്ട് സർക്കാർ ആവശ്യപ്പെട്ടു. അതനുസരിച്ച് ഞങ്ങൾ ബസ് ഓടിക്കുമ്പോൾ സ്കൂൾ തുറക്കാനുള്ള സംവിധാനം വന്നു. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്ത്, ഈ പൈസ വെച്ചിട്ട്, ഈ 1 രൂപ വെച്ചിട്ട് അല്ലെങ്കിൽ 2 രൂപ വെച്ചിട്ട് ഞങ്ങൾക്ക് സർവീസ് നടത്താൻ പറ്റില്ല, ബുദ്ധിമുട്ടാണ്. അത് ഞങ്ങൾ കൃത്യമായ റിപ്പോർട്ട് വിദ്യാർത്ഥി സംഘടനകളുമായി ഞങ്ങൾ ചർച്ച നടത്തി. അതിൽ എല്ലാ വിദ്യാർത്ഥി കാസർഗോഡ് ജില്ലയിൽ നടപ്പിലാക്കിയതാണോ അല്ല താലൂക്കിലാണോ? കാസർഗോഡ് ജില്ലയിൽ ചില ഭാഗങ്ങളിൽ മാത്രമാണ് അത് കൊടുക്കാത്തത്. മറ്റേ അവർക്ക് ഇതുകൊണ്ട് 5 രൂപ കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഒരു നഷ്ടമില്ല. 5 രൂപ കൊടുക്കുന്നുണ്ട്, കുട്ടികൾക്ക് ഒരു നഷ്ടമില്ല. കാരണം 5 രൂപ കൊടുക്കും, ഒരു ദിവസം 10 രൂപയാണ് വരുന്നത്. അധികം ഒരു മാസം വന്ന് 22 ക്ലാസ് കിട്ടുന്നത്. അപ്പൊ 220 രൂപയാണ് ആ വീട്ടിൽ. സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെങ്കിൽ 250 അത്ര മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു സ്കൂൾ ബസ് MP ഫണ്ടെന്നോ MLA ഫണ്ടെന്നോ ഒരു സ്കൂൾ ബസ്സിന് ഫ്രീ ആയിട്ട് സ്കൂളിലേക്ക് ബസ് കൊടുത്താൽ ആ ബസ്സിന്, ഈ ബസ്സിന് 5 രൂപ കൊടുക്കുന്ന സ്ഥലത്തേക്ക് ആ സ്കൂൾ ബസ് മേടിക്കുന്നത് 700-800 രൂപയാണ്. പരിശോധിച്ച് നോക്കും. അടുത്തുള്ള പിള്ളേർക്ക് 600 വാങ്ങുന്നുണ്ട്. 800 മിനിമം ചാർജാണ്. അപ്പൊ അത്ര വാങ്ങിച്ചിട്ടാണ് പോകുന്നത്. അത് മാത്രല്ല, ഇതിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ 5 രൂപ കൊടുക്കുന്നത്, നേരത്തെ ഇവിടെ ഒരുപാട് പരാതികളായിരുന്നു. ബസ് കുട്ടികളെ കയറ്റുന്നില്ല, നിർത്തുന്നില്ല, സ്റ്റോപ്പ് നിർത്തുന്നില്ല, എന്നൊക്കെ പരാതികളുണ്ടായിരുന്നു. ഈ ഒരു വിഷയം വന്ന ശേഷം കുട്ടികൾ ഓടിയിട്ട് വരുന്നത്. അത് ആ ഒരു സംഭവം ഇപ്പൊ കാസർഗോഡ് ഈ താലൂക്കിലായാലും കാസർഗോഡ് ജില്ലയിൽ പല ഭാഗത്തും ബസ്സുമായിട്ട് കുട്ടികളായിട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ അടുത്തിടെ 1-2 വർഷമായിട്ട് അത് പ്രശ്നങ്ങൾ കാണുന്നില്ല. അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല. കുട്ടികളിൽ പല കുട്ടികളും നേരത്തെ തന്നെ ഞങ്ങൾക്ക് 5 രൂപ തന്നത് കൊറോണക്ക് മുമ്പ് തന്നെ. കുട്ടികൾ ഹാപ്പിയാണ്, നിങ്ങളും ഹാപ്പിയാണ്. കുട്ടികൾ ഹാപ്പിയാണ്, ബസ് തൊഴിലാളികൾ ഹാപ്പിയാണ്. ഇതില്ലെങ്കിൽ എപ്പോഴും ഈ പ്രശ്നം കുട്ടികളും കണ്ടക്ടർമാർ പ്രശ്നം വരുന്നതുകൊണ്ട് ഈ ബസ്സിൽ നിറച്ച ആൾക്കാരെ കൊണ്ടുവന്നുണ്ട്. രാത്രി ഉടമകെ പേപ്പർ മാത്രമേ കൊടുക്കുന്നുള്ളൂ, ബാലൻസ് ഒന്നും ഉണ്ടാവില്ല. അപ്പൊ ഏതൊരു തൊഴിലാളിക്കും മനോവിഷമം ഉണ്ടാവും. ഇയാൾ ഇത്രയും പൈസ മുടക്കിയിട്ട് രാത്രി കളക്ഷൻ ഷീറ്റ് കൊടുക്കുമ്പോൾ, ഒരു 4 ചീട്ട് കൊടുക്കുമ്പോൾ ഉള്ള വിഷമം അവനുണ്ട്. അപ്പൊ അവന് നിൽക്കുന്നത് കൂടുതൽ ആൾക്കാരെ കയറ്റാൻ വേണ്ടിയിട്ട് വിദ്യാർത്ഥികളെ ഒഴിവാക്കിക്കൊണ്ടിരുന്നായിരുന്നു ഒരു കാലം ഉണ്ടായിരുന്നു. ഈ 5 രൂപ വന്നതോട് കൂടിയിട്ട് കുട്ടികളെല്ലാം ബസ്സിൽ ഒരു പ്രശ്നം. കാസർഗോഡിൽ ഏതെങ്കിലും ഒരു വിദ്യാർത്ഥി സമരമോ ബസ് പിടിച്ചു വെക്കലോ ഒരു പരാതി 2 വർഷമായിട്ട് ഒരു പരാതിയും ഇല്ല, നിലവിലില്ല. അപ്പൊ എന്റെ അഭിപ്രായം
സർക്കാർ ഇതുപോലെ തന്നെ കുട്ടികളുമായി നിർത്തി സംസാരിച്ച് ചർച്ച നടത്തിയിട്ട് ഇത് 5 രൂപയാക്കി മാറ്റിയാൽ തീർച്ചയായും സംസ്ഥാനത്ത് ഇത് നടപ്പിലാക്കാൻ പറ്റും. നല്ലൊരു ആശയമാണ്. ഈ സമരം വരില്ല. അതെ അതെ, ഞങ്ങൾ സമരത്തിന് എതിരാണ്, ഞങ്ങൾ സമരം നടത്താൻ തയ്യാറല്ല. പക്ഷെ ഞങ്ങളെ കൊണ്ട് സമരം ചെയ്യിപ്പിക്കുന്നതാണ്. കാരണം ഞങ്ങൾ ഓരോ മന്ത്രി ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കാർഡ് പിടിച്ച് നിങ്ങൾക്കെല്ലാം കാണിച്ചിട്ടുണ്ടാവും. കാണിത് കുട്ടികൾക്ക് 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഇനി മുതൽ ഫ്രീ സർവീസാണ്. പിന്നെ നിങ്ങൾ 30 ദിവസം പൈസ അടിച്ചാൽ 20 ദിവസം പൈസ 30 ദിവസം ഓട്ടത്തിന് 20 ദിവസം പൈസ അടിച്ചാൽ 3 കൊല്ലം മുമ്പ് ഞങ്ങൾ ചെയ്തതാണ്. 30 ദിവസം യാത്രക്ക് 20 ദിവസം പൈസ കൊടുത്താൽ മതി. വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല ഞങ്ങളെ കൊണ്ട്. വിദ്യാർത്ഥികൾക്ക് കൺസെഷൻ കാർഡ് കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. വിജയിപ്പിക്കാൻ കഴിഞ്ഞില്ല. മന്ത്രിന്റെ വിഷയത്തിലേക്ക് മന്ത്രി ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചിട്ടാകുമ്പോൾ നിങ്ങളെ പോലുള്ള പത്രക്കാർ മന്ത്രിയുടെ അടുത്ത് ചോദിച്ചിട്ടില്ല ഇത് ഏത് ബസ്സിലാണ് കൊടുക്കുന്നതെന്ന് ഒരു പത്രക്കാരൻ ചോദിച്ചില്ല. സർക്കാർ ബസ്സിൽ നടപ്പിലാക്കാണ്, ഏത് ബസ്? KSRTC അല്ലേ? KSRTCക്ക് എത്ര തരമുണ്ട്? ഓരോ ബസ്സിൽ നിങ്ങൾ എത്ര ബോർഡ് ഉണ്ട് നോക്കിക്കോ. ഇങ്ങോട്ട് പോകുമ്പോൾ ലിമിറ്റഡ് സ്റ്റോപ്പ് ഉണ്ടാവും, തിരിച്ച് ഓർഡിനറി ഉണ്ടാവും, തിരിച്ചു പോകുമ്പോൾ ഫാസ്റ്റ് ഉണ്ടാവും, സൂപ്പർ ഫാസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ അതിലൊക്കെ ഒന്നുമില്ല. ഓർഡിനറി സർവീസിലാണ്. നിങ്ങൾ കാസർഗോഡ് ഡിപ്പോയിൽ 120ഓളം സർവീസ് KSRTC ഉണ്ട്. നിങ്ങൾ അവിടെ പോയിട്ട് അന്വേഷിച്ച് നോക്ക് എത്ര ഓർഡിനറി സർവീസ് ഉണ്ട്. ഓർഡിനറി സർവീസ് അതിൽ മാത്രമേ ഇവർക്ക് പ്രവേശനമുള്ളൂ. അത് മാത്രമല്ല, അത് ഏത് റൂട്ടാണുള്ളത്? KSTP റോഡ്. KSRTCയുടെ നോട്ടിഫൈഡ് റൂട്ടിൽ മാത്രമാണ്. അതിൽ പ്രൈവറ്റ് ബസ് ഇല്ലാത്തതുകൊണ്ട് അവർ കൊടുക്കുന്നത്. ഇവർ മറ്റെല്ലാ റൂട്ടുകളിൽ മിക്സഡ് റൂട്ടിൽ അവർ ഏതെങ്കിലും ഒരു കുട്ടിക്ക് ഈ പറഞ്ഞ കാർഡ് ഉപയോഗിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. നിങ്ങൾ മന്ത്രിയുടെ നിങ്ങൾ ചോദിക്കുന്നില്ല, നിങ്ങൾ പത്രക്കാർ ഞങ്ങളോട് ചോദിക്കുന്നില്ല. അതെ, നിങ്ങൾ അവരോട് ചോദിക്കണം, മന്ത്രിയോട് ചോദിക്കണം ഇത് ഏത് ബസ്സിലാണ് ഈ കാർഡ്. ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ മന്ത്രി നടപ്പിലാക്കുന്ന പല പദ്ധതികളും ബസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഉടമയെ സംബന്ധിച്ചിടത്തോളം മന്ത്രി എടുക്കുന്ന തീരുമാനം നിങ്ങൾക്ക് എതിര് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതുകൊണ്ടാണോ നിങ്ങൾ ഈ സമരം നടത്തുന്നത്? അതെ, ഞങ്ങളെ സമരത്തിന് എത്ര ഞങ്ങൾ സമരം ഒഴിവാക്കിയത്. നിങ്ങൾ 8-ാം തീയതി നടത്താൻ പോകുന്ന സമരം എന്തിനു വേണ്ടിയിട്ടാണ്? സൂചനാ പണിമുടക്കണം. ഞങ്ങൾ 5 കാര്യങ്ങൾ, ഞങ്ങൾ അധികമൊന്നുമില്ല, 5 കാര്യങ്ങൾ സർക്കാരിന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളല്ല. ഇപ്പോൾ വിദ്യാർത്ഥി കൺസെഷന്, ഈ രാമേന്ദ്ര കമ്മീഷന്, രാജാറാം കമ്മീഷൻ, 2 കമ്മീഷന്മാർ കൊടുത്ത റിപ്പോർട്ടാണ്. 5 രൂപ മിനിമം ചാർജ് ആക്കിയില്ലെങ്കിൽ ബസ് വ്യവസായം നിലനിൽക്കില്ല. ഈ മിനിമം ചാർജ് 5 രൂപ, ST ചാർജ് 5 രൂപ ആക്കുക എന്നുള്ളത് മെയിൻ ഒരു ആവശ്യം 8-ാം തീയതിയിലെ സമരത്തിൽ നിങ്ങൾ ഉന്നയിക്കുന്നത്. പിന്നെ ഈ ക്യാമറ വെച്ച് പിടിക്കുന്ന ചലാനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം 2. മൂന്നാമത് നിങ്ങൾക്ക് മെയിൻ ഉന്നയിക്കുന്ന വേറൊരു കാര്യം എന്താണ്? PCC ആണ്. അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് അത് ഒഴിവാക്കി തരണം. ഇപ്പൊ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇല്ലാത്ത ഒറ്റ മേഖലയാണ്. പിന്നെ ഈ ലിമിറ്റഡ് സ്റ്റോപ്പുമായി ബന്ധപ്പെട്ടുള്ള പെർമിറ്റ് അത് പുതുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള അതിൽ എന്താ നിങ്ങൾ ഉന്നയിക്കുന്നത്? കാസർഗോഡിൽ ലിമിറ്റഡ് സ്റ്റോപ്പ് ബസ്സുകൾ കുറവാണ്. കാസർഗോഡില് എല്ലാം മറ്റു ജില്ലയിലാണ് ഉള്ളത്. ആ പെർമിറ്റ് പുതുക്കാതെ അതില് KSRTC കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുക, ബസ്സിന്റെ സൈഡില് ബോർഡ് തൂക്കിയിട്ട് ഫ്രണ്ട് ഗ്ലാസ്സിൽ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടും 30% ഡിസ്കൗണ്ട്. എന്ത് സൂപ്പർ മാർക്കറ്റാ ബസ് സർവീസ്? 30% ഡിസ്കൗണ്ട് ബോർഡ് വെച്ചിട്ട് ഞാൻ ആ ബസ്സിൽ വന്നിരുന്നു. തൃശ്ശൂരിൽ നിന്ന് കാസർഗോഡേക്ക് KSRTC. അത് പഴയ കാലത്തെ ഒരു ഗംഗ എന്ന ഒരു ബസ്സിന്റെ പെർമിറ്റാണ് ഇവർ KSRTC കൈയടക്കി. ഇത് 30% ഡിസ്കൗണ്ട് ആണ് സർവീസ്. ഇനി 8-ാം തീയതിയുള്ള സമരം, സൂചനാ സമരം, അതിലൊരു നടപടി ആയില്ല, മന്ത്രി നിങ്ങൾക്ക് അനുകൂല നടപടി സ്വീകരിച്ചില്ല എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? 22-ാം തീയതി അനിശ്ചിതകാല സമരം നടത്താൻ വേണ്ടിയിട്ടാണ് സംസ്ഥാന ഫെഡറേഷന്റെ കോർഡിനേഷൻ കമ്മിറ്റി ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞു. കേരളത്തിലുള്ള എല്ലാ സ്വകാര്യ ബസ് ഉടമകളും എല്ലാ സംഘടനകളും ഒന്നിച്ചിട്ട് കോർഡിനേഷൻ കമ്മിറ്റി ആക്കിയിട്ട് ആ കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് 8-ാം തീയതി സൂചനാ പണി മുടക്കും, 22-ാം തീയതി അനിശ്ചിതകാല സമരം നടത്താൻ വേണ്ടി തീരുമാനിച്ചു. അതിലേക്ക് ഞങ്ങൾ എത്തിക്കാതെ 8-ാം തീയതിക്ക് മുമ്പ് തന്നെ സർക്കാർ ഇതിന് നടപടി ഇതിന് ഒരു പ്രദർശനമായി കാണിക്കാതിരിക്കണം ഞങ്ങൾക്ക് പറയാനുള്ളത്. കാരണം ഈ ബസ് വ്യവസായം ഇന്ന് ബസ്സിലെ യാത്രക്കാർ വളരെ കുറവാണ്. നിങ്ങൾക്കറിയാം, കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ വണ്ടികളാണ് റോഡിൽ ഇറങ്ങാൻ വേണ്ടി പോയത്. നേരത്തെ വീടുകളിൽ വണ്ടി ഇല്ലാത്ത വീടുകൾ ഉണ്ടായില്ല. ഇന്ന് എല്ലാ വീട്ടിലും ഒന്നിൽ കൂടുതൽ വണ്ടി ഇല്ലാത്ത ഞങ്ങളെ ബസ്സിൽ കയറുന്ന ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു.
സംഭവം ശരിയാണ്. നിങ്ങൾ പറഞ്ഞില്ലേ 35,000 ബസ് ഉണ്ടായിരുന്നു, ഇപ്പോൾ 8,000 ബസ്സായിട്ട് ബസ്സുകളുടെ എണ്ണം ചുരുങ്ങി. പക്ഷേ ഈ ബസ്സുകളെല്ലാം സമയക്രമം പാലിച്ച് നല്ല ഷെഡ്യൂളിൽ നല്ല രീതിയിൽ ഓടിച്ചാൽ ആർക്കും പ്രശ്നമില്ലാണ് മുന്നോട്ട് പോകാം. പ്രശ്നമില്ല. ഇതൊരു വ്യവസായി എത്ര കോടി രൂപയാണ് സർക്കാർ കൊടുക്കാൻ പറ്റാതെ ജീവനക്കാർക്ക് എത്രയോ ജീവനക്കാർ. ഇപ്പോൾ 8,000 ബസ് എന്ന് പറയുമ്പോൾ ജീവനക്കാർ എത്രയായി? 16,000 20,000-ഓളം ജീവനക്കാർ വന്നു. അത് കൂടാണ്ട് അത്രയധികം വർക്ക്ഷോപ്പ് ജീവനക്കാർ, അതിൻ്റെ ഉടമസ്ഥരുടെ ഒരു കുടുംബജീവിതം, ഒരുപാട് ആൾക്കാർക്ക് ഒരു 10,000-30,000 40,000 ആൾക്കാർക്കുള്ള ഒരു തൊഴിൽ മേഖലയാണ് സംസ്ഥാനത്ത് ഇപ്പോൾ ബസ് ജീവനക്കാരുടെ സംഭവം. അപ്പോൾ അതിനുചിതമായ തീരുമാനം സർക്കാർ സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ ഏതുകൊണ്ടും ഈ ഒരു ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം അല്ലേ? സമയം കുറേ നീണ്ടു പോകുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഏതുകൊണ്ടും ജൂലൈ 8 സൂചന പണിമുടക്കിലേക്ക് ഞങ്ങളെ തള്ളി വിടരുത് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം ഞങ്ങൾക്ക് വേറെ വഴിയില്ല ഞങ്ങളുടെ മുമ്പിൽ. ഞങ്ങൾക്ക് ഈ ഒരു ഇത് വീട്ടുമുറ്റത്ത് വെക്കേണ്ട സാധനമല്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 40 ലക്ഷം രൂപയോളം ചെലവഴിച്ചിട്ടാണ് വണ്ടി കൊണ്ടുവന്നത്. നേരത്തെ കേരളത്തിലെല്ലാം പഴയ വണ്ടികളായിരുന്നു, ഇന്നെല്ലാം പുതിയ വണ്ടികളാണ്. അത് മാത്രമല്ല ഓരോ നിയമങ്ങൾ കേരളത്തിലാണ് നടപ്പിലാക്കുന്നത്. GPS കൊണ്ടുവന്ന്, സ്പീഡ് ഗവർണർ കൊണ്ടുവന്ന്, ക്യാമറ കൊണ്ടുവന്ന്, ഇപ്പൊ അവസാനം PCC കൊണ്ടുവന്നു. ഇത് കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ഇന്ത്യ രാജ്യത്ത് കേരളം ഒരു വേർപെട്ട നല്ലതാണ്. കേരളത്തിൽ ഹൈടെക്കായി കൊണ്ടുവന്നതിന് ഞങ്ങൾക്ക് എതിർപ്പൊന്നുമില്ല. പക്ഷെ അത് ബാക്കിയുള്ള ആൾക്കാർ ദ്രോഹിക്കാത്ത രീതി. ഇപ്പോൾ നേരത്തെ ഈ മുമ്പത്തെ മന്ത്രി ആന്റണി രാജു പറഞ്ഞത് ബസ്സിൽ ക്യാമറ ഘടിപ്പിച്ചാൽ ഒരു ക്യാമറക്ക് 5,000 രൂപ വെച്ചിട്ട് സർക്കാർ തരുമെന്ന് പറഞ്ഞു. ഇന്ന് ആ വാക്കേയില്ല. ഒരു ക്യാമറ ഘടിപ്പിക്കാൻ എത്ര ചിലവ് വരുന്നുണ്ട്? 30-40,000 രൂപ. 6 ക്യാമറ കോടതിയിൽ പോയിട്ടാണ് 3 ക്യാമറ ആക്കി മാറ്റിയിട്ടുള്ളത്. 6 ക്യാമറ വെക്കാൻ, ഇത് ഫുള്ള് ക്യാമറ വെച്ചിട്ടാ പോകാം. ഇതുകൊണ്ട് എന്താണ് ലാഭമുള്ളത്? ഇത് അപകടം കുറക്കാൻ പറ്റുമോ? കഴിഞ്ഞ ദിവസം കോയമ്പത്തൂർ അപകടത്തിൽപ്പെട്ട KSRTC ബ്രേക്ക് ചവിട്ടിക്കൊണ്ടല്ലേ പ്രൈവറ്റ് ബസ് കൊണ്ടിട്ട് ഇടിച്ചത്. അപ്പോൾ കളർ കോഡ് കൊണ്ടുവന്ന്, വെള്ള കളർ കൊണ്ടുവന്ന്. ഒരു ആഡംബരമായിട്ട് കൊണ്ട് നടക്കേണ്ടതാണ് ടൂറിസ്റ്റ് ബസ്സുകൾ. അതിന് വെള്ള പെയിന്റ് അടിച്ച് വെച്ചില്ലേ? ഈ ടൂറിസ്റ്റ് ബസ് അസോസിയേഷൻ അത് നിങ്ങളെ അതിൽ പെടുന്നതാണോ? അല്ല, അവർക്ക് വേറെ സംഘടനയുണ്ട്. പക്ഷെ കോർഡിനേഷൻ കമ്മിറ്റിയിൽ അതിലില്ല. അത് വേറെ അത് വേറെ. ഓക്കെ. ഏതുകൊണ്ടും വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ സൂചനാ സമരത്തിൽ തന്നെ ഒതുങ്ങിയിട്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് പോവില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. മന്ത്രി ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, നമസ്കാരം.